നമസ്തേ. മെഡിക്കലും എഞ്ചിനീയറിംഗുമെല്ലാമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും അപ്ഡേഷനുകളുമായി ബ്രില്യൻറ്റ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഞാൻ ശിവൻ. ആദ്യം നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. 2023 ജെഇ അഡ്വാൻസ്ഡ് ജൂൺ 4-ന്, ജെഇ മെയിൻ ജനുവരി ഏപ്രിൽ മാസങ്ങളിലും, നീറ്റ് മെയ് 7-നും. ജെഇ മെയിൻ 2023 ആദ്യ സെഷനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടരുന്നു. അവസാന തീയതി ജനുവരി 12. ഓൺലൈൻ എക്സാം ജനുവരി 24 മുതൽ. നീറ്റ് 2022 MBBS പ്രവേശന നടപടികൾ അവസാനിച്ചു. BDS BSc നഴ്സിംഗ് സ്ട്രേ വേക്കൻസി പുതുക്കിയ ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചു. ആയുർവേദം, ഹോമിയോ, ആയുഷ് കൗൺസിലിംഗ് മൂന്നാം ഘട്ട അലോട്ട്മെന്റ് ഡിസംബർ 30-ന്. കീം 2022 മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ മോപ്പപ്പ് റൗണ്ട് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. അവസാന തീയതി ഡിസംബർ 31-ന്. ICAR ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ രണ്ടാം ഘട്ട അലോട്ട്മെന്റ് ഡിസംബർ 30-ന്. ഓൺലൈൻ അലോട്ട്മെന്റ് ജനുവരി 6 വരെ. നീറ്റ് ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിംഗ് മൂന്നാം ഘട്ട അലോട്ട്മെന്റ് ഡിസംബർ 30-ന്. ജനുവരി 5 വരെ കോളേജുകളിൽ പ്രവേശനം നേടാം. +2കാർക്ക് സേനയിൽ ഓഫീസറാകാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 10. +2വിന് ശേഷം സയൻസ് റിസർച്ച് മേഖലയിൽ ഉപരിപഠനത്തിന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ 15 പ്രവേശന പരീക്ഷകൾ. 2023-24 ബിടെക് പ്രവേശനത്തിന് വെല്ലൂർ, അമൃത, SRM ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ ക്ഷണിച്ചു. ഓൺലൈൻ എൻട്രൻസ് എക്സാം 2023 ഏപ്രിൽ മാസത്തിൽ. വാർത്തകൾ വിശദമായി. ലോകോത്തര നിലവാരമുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണല്ലോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് അഥവാ IITകൾ. ഈ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിന് ഓരോ കുട്ടിയും വർഷങ്ങളുടെ നീണ്ട കഠിന പ്രയത്നവും കൂർമ്മ ബുദ്ധി വൈഭവവും ആവശ്യമാണ്. അങ്ങനെ ഒരു ജീവിത സബരിയായി IIT മാത്രം ലക്ഷ്യമാക്കിയവരുടെ പ്രവേശന പരീക്ഷ ജെഇ അഡ്വാൻസ്ഡ് ഓൺലൈൻ എൻട്രൻസ് എക്സാം 2023 ജൂൺ 4-ന്. രാജ്യത്തെ 23 IITകളിലായി 16,234 ബിടെക് സീറ്റുകളാണ് നിലവിലുള്ളത്. ജെഇ മെയിൻ പേഴ്സൻറ്റൈൽ സ്കോർ അനുസരിച്ച് യോഗ്യത നേടിയ വിവിധ കാറ്റഗറിയിലുള്ള 2.5 ലക്ഷം കുട്ടികളാണ് ജൂൺ 4-ന് ഈ പ്രവേശന പരീക്ഷ എഴുതുന്നത്. രാവിലെയും ഉച്ച കഴിഞ്ഞുമായി നടക്കുന്ന 2 പേപ്പറുകളാണ് ഈ പരീക്ഷയ്ക്കുള്ളത്. മറ്റുള്ള പ്രവേശന പരീക്ഷകളിൽ നിന്നും തികച്ചും വിഭിന്നമായി ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സബ്ജക്റ്റുകളുടെ ഓരോ വിഷയത്തിനും സെപ്പറേറ്റ് കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരിക്കും. കട്ട് ഓഫിന് മുകളിൽ മാർക്ക് മേടിക്കുന്നവർക്ക് മാത്രമേ ജെഇ അഡ്വാൻസ്ഡ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുവാൻ സാധിക്കുകയുള്ളൂ. രാജ്യത്ത് ആകമാനമുള്ള 31 NITകളിലെ 23,997 ബിടെക് സീറ്റുകൾക്കും IIITകളിലെ 6,000 സീറ്റുകൾക്കും ജെഇ മെയിൻ 2023 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചാണ് പ്രവേശന നടപടികൾ. ഈ വർഷവും ജെഇ മെയിന് ഓരോ കുട്ടികൾക്കും 2 അവസരങ്ങൾ ലഭിക്കും. 2 സെഷനുകളുടെയും പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ ഏറ്റവും ഉയർന്ന പേഴ്സൻറ്റൈൽ സ്കോർ അനുസരിച്ചാണ് റാങ്ക് തീരുമാനിക്കുന്നത്. ജനുവരിയിലെയോ ഏപ്രിൽ മാസത്തിലോ നടക്കുന്ന ഒരു എക്സാം മാത്രമായും എഴുതി ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം. ജെഇ മെയിൻ 2023 ആദ്യ സെഷൻ ജനുവരി 24 മുതൽ 31 വരെയാണ് ഓൺലൈനായി നടക്കുന്നത്. ഈ ആദ്യ സെഷനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ jemain.nta.nic.in എന്ന വെബ്സൈറ്റ് വഴി ആരംഭിച്ചു. ജനുവരി 12 വരെ അപേക്ഷിക്കാം. NITകളിലെ ബിടെക് പ്രവേശനത്തിനും ജെഇ അഡ്വാൻസ്ഡിന് യോഗ്യത നേടുവാനും വിദ്യാർത്ഥികൾ അപേക്ഷിക്കേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന പേപ്പർ 1-നാണ്. NITകളിലെ ആർക്കിടെക്ചർ കോഴ്സിന് പ്രവേശനം ആഗ്രഹിക്കുന്നവർക്കായി പേപ്പർ 2A-യും ബി പ്ലാനിംഗ് പ്രവേശനത്തിന് പേപ്പർ 2B-യും അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കുകയും ചെയ്യാം. പേപ്പർ 1 പരീക്ഷ എഴുതുന്ന ആൺകുട്ടികൾക്ക് 1,000 രൂപ പ്രവേശന പരീക്ഷാ ഫീസും പെൺകുട്ടികൾക്ക് 800 രൂപയുമായിരിക്കും ഫീസായി അടയ്ക്കേണ്ടത്. സ്കോർ ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും
പുതിയതായി പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നവരും ഏപ്രിൽ 6 മുതൽ 12 വരെ രണ്ടാമത്തെ സെഷൻ ജെഇഇ മെയിൻ പരീക്ഷ നടക്കും. അതിന് അപേക്ഷിക്കുവാനുള്ള സമയം ഫെബ്രുവരി 7 മുതൽ മാർച്ച് 7 വരെയുമാണ്. കേരളത്തിൽ എല്ലാ ജില്ലകളിലും അതുകൂടാതെ വിദേശ രാജ്യങ്ങളിലും ഈ ഓൺലൈൻ എൻട്രൻസ് എക്സാമിന് കുട്ടികൾക്ക് അവസരമുണ്ട്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. എല്ലാ വർഷവും വിവിധ എൻട്രൻസ് പരീക്ഷകളിൽ ഏറ്റവും അധികം ടോപ്പർമാരെ സമ്മാനിക്കുന്ന പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ ജൂനിയർ ഫാക്കൽറ്റി ആവാൻ ഇതാ ഇപ്പോൾ അവസരം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സുവോളജി, ബോട്ടണി എന്നീ വിഷയങ്ങളിൽ ജൂനിയർ ഫാക്കൽറ്റിയായി ബ്രില്യന്റിന്റെ വിജയക്കുതിപ്പിൽ ഇനി നിങ്ങൾക്കും പങ്കുചേരാം. MSc, MTech അല്ലെങ്കിൽ BTech യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ബ്രില്യന്റിലെ ജൂനിയർ ഫാക്കൽറ്റി ആവാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യാം. പ്രായപരിധി 35 വയസ്സാണ്. എഴുത്തു പരീക്ഷ, ഇന്റർവ്യൂ, ഡെമോ ക്ലാസ് എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ. ടെസ്റ്റിനുള്ള സിലബസ് 11ാം ക്ലാസ്സിലെ NCERT ബേസ്ഡ് ടോപ്പിക്കുകളായിരിക്കും. തിരുവനന്തപുരം, കൊല്ലം, പാല, എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലായിരിക്കും ടെസ്റ്റിന്റെ സെന്ററുകൾ. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2023 ജാനുവരി 24 ജാനുവരി 29 പരീക്ഷ. താല്പര്യമുള്ളവർക്ക് brilliantpala.org എന്ന വെബ്സൈറ്റിലൂടെ 200 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. നീറ്റ് 2022 സ്കോർ അനുസരിച്ച് ഓൾ ഇന്ത്യ തലത്തിലും വിവിധ സംസ്ഥാന തലങ്ങളിലെയും MBBS പ്രവേശന നടപടികൾ അവസാനിച്ചു. BDS, BSc നഴ്സിംഗ് ഓൾ ഇന്ത്യ സ്ട്രേ വേക്കൻസി പുതുക്കിയ ഷെഡ്യൂൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 4 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷവും mcc.nic.in എന്ന വെബ്സൈറ്റ് വഴിയുള്ള ഗവൺമെൻറ് മേഖലയിലെ BDS, BSc നഴ്സിംഗ് കോഴ്സുകൾക്ക് ഇനിയും ഒഴിവായി കിടക്കുന്ന സീറ്റുകളിലേക്ക് വീണ്ടും സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റ് MCC പ്രഖ്യാപിച്ചു. ഡിസംബർ 30, 31, ജനുവരി 1 എന്ന തീയതികളിലായി രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും നടക്കും. ജനുവരി 3 പ്രഖ്യാപിക്കുന്ന അലോട്ട്മെൻറ്റ് റിസൾട്ട് അനുസരിച്ച് ജനുവരി 8 മുമ്പായി കോളേജുകളിൽ നേരിട്ട് ചെന്ന് പ്രവേശനം ഉറപ്പാക്കാം. വീണ്ടും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ജനുവരി 11 അടുത്ത സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും. കേരളത്തിൽ ഒഴിവുണ്ടായിരുന്ന MBBS, BDS സീറ്റുകൾ ഡിസംബർ 28 കോളേജുകളിൽ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരായ കുട്ടികളെ ഉൾപ്പെടുത്തി നടത്തുകയുമുണ്ടായി. ആയുർവേദം, ഹോമിയോ, ആയുഷ് കൗൺസിലിംഗ് 3ാം ഘട്ട അലോട്ട്മെൻറ്റ് ഡിസംബർ 30 പ്രസിദ്ധീകരിക്കും. നീറ്റ് 2022 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് AACCC.nic.in എന്ന ആയുഷ് വെബ്സൈറ്റ് വഴിയാണ് ഇന്ത്യയിൽ ആകമാനമുള്ള ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി കോഴ്സുകളുടെ 15% ഗവൺമെൻറ് സീറ്റുകൾക്കായി കുട്ടികൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാൻ സാധിച്ചിരുന്നത്. ഡിസംബർ 30 പ്രഖ്യാപിക്കുന്ന അലോട്ട്മെൻറ്റ് റിസൾട്ടിൽ കോളേജുകളിൽ പ്രവേശനം ലഭിക്കുവാനായി ഡിസംബർ 31 മുതൽ ജനുവരി 6 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് കോളേജുകളിൽ പ്രവേശനം നേടാതെയുള്ള ഫ്രീ എക്സിറ്റ് സൗകര്യം ഈ അലോട്ട്മെൻറ്റിൽ ഉണ്ടായിരിക്കുകയുമില്ല. കീം 2022 മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ മോപ്പപ്പ് റൗണ്ട് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. അവസാന തീയതി ഡിസംബർ 31 വരെയാണ്. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് 2 ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷവും ഒഴിവ് വന്ന അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ബിഫാം, മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ വേക്കൻസി സീറ്റുകളിലോട്ടാണ് മോപ്പപ്പ് അലോട്ട്മെൻറ്റ് കേരള എൻട്രൻസ് കമ്മീഷൻ നടത്തുന്നത്. ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഈ ഘട്ടത്തിൽ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യുവാനുള്ള അവസരമുണ്ടായിരിക്കും. നിലവിൽ അലൈഡ് കോഴ്സുകളിൽ പ്രവേശനം ലഭിച്ചവർക്കും ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിലവിൽ പ്രവേശനം നേടിയ കോഴ്സുകൾ നഷ്ടപ്പെടും. എന്നാൽ മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിച്ചില്ല എങ്കിൽ പ്രവേശനം നിലനിൽക്കുകയും ചെയ്യും. ICAR ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ എൻട്രൻസ് എക്സാമിൻ്റെ 2ാം ഘട്ട അലോട്ട്മെൻറ്റ് ഡിസംബർ 30 പ്രസിദ്ധീകരിക്കും. ICAR-exam.net എന്ന വെബ്സൈറ്റ് വഴി പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ജൂൺ 2 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി
വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. ICAR സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയവർക്ക് ജനുവരി 6 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് 10,000 രൂപ അടച്ച് പ്രവേശനം ഉറപ്പാക്കുകയും ചെയ്യാം. ഹയർ ഓപ്ഷൻ ലഭിക്കുന്നതിനായി താൽപ്പര്യമുള്ളവർക്ക് അപ്ഗ്രഡേഷൻ ഫെസിലിറ്റിയും ഉണ്ടായിരിക്കും. കോളേജിൽ പ്രവേശനം നേടിയവർ നേരിട്ട് ഹാജരാകേണ്ടതില്ല. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. നീറ്റ്, JEE പോലുള്ള പ്രവേശന പരീക്ഷകൾക്കായി ഇനി അധിക ദിവസങ്ങളില്ല. ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്കോടുകൂടി വിജയിക്കാൻ പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ ഒരുക്കുന്ന ക്രാഷ് കോഴ്സ് 2023 ക്ലാസുകൾ 2023 ജനുവരി 1 മുതൽ ആരംഭിക്കുകയാണ്. എൻട്രൻസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ തന്നെ വരാൻ പോകുന്ന ബോർഡ് എക്സാമിനും ഉയർന്ന മാർക്കുകൾ കരസ്ഥമാക്കാൻ ക്രാഷ് കോഴ്സ് നിങ്ങളെ സഹായിക്കും. പരീക്ഷ എന്നുവരെയാണോ അന്നുവരെ ക്രാഷ് കോഴ്സിന്റെ ക്ലാസുകൾ ഉണ്ടായിരിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ക്രാഷ് കോഴ്സിലൂടെ പഠിച്ച് വിജയം നേടി മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനം സാധ്യമാക്കിയത് നിരവധി വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് വൈകിട്ടില്ല, അർപ്പണബോധത്തോടെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിന്റെ ഭാഗമാവാം. അപ്പോൾ ഉടൻ തന്നെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്ന അന്നു മുതൽ ലേണിംഗ് ആപ്പിൽ പഠനം ആരംഭിക്കുക. താങ്ക് യു. നീറ്റ് ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ഇന്ത്യയിൽ ആകമാനമുള്ള ഗവൺമെന്റ് വെറ്റിനറി കോളേജുകളിലെ 15% BSc വെറ്റിനറി കോഴ്സുകൾക്കുള്ള ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിംഗ് 3ാം ഘട്ട അലോട്ട്മെന്റ് ഡിസംബർ 30 പ്രസിദ്ധീകരിക്കും. കോളേജ് പ്രവേശനം ലഭിക്കുന്നവർ ജനുവരി 5 മുമ്പായി കോളേജുകളിൽ നേരിട്ട് ചെന്ന് പ്രവേശനം ഉറപ്പാക്കണം. 3 അലോട്ട്മെന്റുകൾക്ക് ശേഷവും വേക്കൻസി സീറ്റുകൾ ഉണ്ടെങ്കിൽ 2023 ജനുവരി 10 ഡൽഹിയിൽ വെച്ച് നടക്കുന്ന സ്പോട്ട് അലോട്ട്മെന്റിന് നേരിട്ട് ഹാജരാകുകയും വേണം. +2 യോഗ്യതയുള്ളവർക്ക് സൈന്യത്തിൽ ചേരുവാൻ അവസരമൊരുക്കുന്ന നാഷണൽ ഡിഫൻസ് അക്കാഡമി നേവൽ അക്കാഡമി പരീക്ഷ 2023 ഏപ്രിൽ 16 അപേക്ഷിക്കേണ്ടത് upsc.gov.in എന്ന വെബ്സൈറ്റ് വഴി. പെൺകുട്ടികൾക്കും NDAക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ആകെ 395 ഒഴിവുകളാണ് ഈ പരീക്ഷയിലൂടെ പ്രവേശനം സാധ്യമാകുന്നത്. മാത്തമാറ്റിക്സ്, ജനറൽ എബിലിറ്റി എന്നിവയായിരിക്കും സബ്ജക്റ്റുകൾ. +2 പാസ്സായവർക്കും 2023 വിവിധ ബോർഡ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും അപേക്ഷിക്കാം. അവസാന തീയതി 2023 ജനുവരി 10. 2023 ദേശീയ തലത്തിൽ നടക്കുന്ന വിവിധ പ്രവേശന പരീക്ഷകളുടെ ഷെഡ്യൂൾ പുറത്തുവരുന്ന ഈ സമയത്ത് അടുത്ത അധ്യയന വർഷത്തിൽ +2 ശേഷം സയൻസ് വിഷയങ്ങളിൽ ബിരുദ പഠനത്തിനും റിസർച്ചിനും സാധ്യമായ പ്രവേശന പരീക്ഷകളെക്കുറിച്ച് ഒരു വിശദമായ റിപ്പോർട്ട്. മെഡിക്കലിൻ്റെയും എഞ്ചിനീയറിംഗിൻ്റെയും പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലല്ലാതെ വിവിധ സയൻസ് വിഷയങ്ങളിൽ ഉപരിപഠനത്തിനും രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഒരു സയന്റിസ്റ്റായി സേവനം അനുഷ്ഠിക്കുവാനും അതുമല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയായി ടീച്ചിങ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നവർക്കും +2 ശേഷം അടുത്ത അധ്യയന വർഷത്തിൽ അഭിമുഖീകരിക്കേണ്ട വിവിധ പ്രവേശന പരീക്ഷകളെക്കുറിച്ചാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 15ഓളം മത്സര പരീക്ഷകളിൽ നിന്നാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഈ ബിരുദ പഠനത്തിന് യോഗ്യരാവുക. അന്തർദേശീയ തലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയിൽ നിന്ന് അംഗീകാരമുള്ള ഏറ്റവും പ്രമുഖ സ്ഥാപനമാണല്ലോ ബാംഗ്ലൂർ IISc. എന്നാൽ ഈ സ്ഥാപനം സ്വന്തം നിലയ്ക്ക് പ്രവേശന പരീക്ഷകൾ ഒന്നും നടത്തുന്നുമില്ല. ദേശീയ തലത്തിൽ നടക്കുന്ന വിവിധ പ്രവേശന പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുന്നവർക്കാണ് 4 വർഷ BS റിസർച്ച് പ്രോഗ്രാമിന് പ്രവേശനം ലഭിക്കുക. JEE മെയിൻ, JEE അഡ്വാൻസ്ഡ്, നീറ്റ് എന്നീ പ്രവേശന പരീക്ഷകളുടെ റാങ്കാണ് മാനദണ്ഡം. ഏപ്രിൽ മാസത്തിൽ iisc.ac.in/admissions എന്ന വെബ്സൈറ്റ് വഴി ഗവേഷണത്തിൽ തുടരുവാൻ താൽപ്പര്യമുള്ളവർക്ക് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കുകയും വേണം. അതിനുശേഷം സയൻസ് മേഖലയിൽ പ്രവേശനം നേടുവാൻ കുട്ടികൾക്ക് ഏറ്റവും താൽപ്പര്യം കാണിക്കുന്നത് 7 ഐസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്ഥാപനങ്ങൾ ബരാംപൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, മൊഹാലി, പൂനെ, തിരുവനന്തപുരം, തിരുപ്പതി എന്നിവിടങ്ങളിലുണ്ട്. 2 രീതിയിൽ ഇവിടെ പ്രവേശനം നേടാം.
ഐസർ സ്വന്തമായി പ്രവേശന പരീക്ഷ നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയും JEE അഡ്വാൻസ്ഡിൻ്റെ ഓൾ ഇന്ത്യ റാങ്കിലൂടെയും നമുക്ക് ഐസറുകളിൽ പ്രവേശനം നേടാം. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി വിഷയങ്ങളായിരിക്കും ഉണ്ടാവുക. മാർച്ച് മാസത്തിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ഷണിക്കുകയും മെയ് മാസത്തിൽ പ്രവേശന പരീക്ഷ നടക്കുകയും ചെയ്യും. വെബ്സൈറ്റ് iceradmission.in. നൈസർ ഭുവനേശ്വറിലെയും മുംബൈയിലെയും ക്യാമ്പസുകളിൽ ബേസിക് സയൻസിലെ 5 വർഷ ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമിന് നാഷണൽ സ്ക്രീനിംഗ് ടെസ്റ്റ് നെസ്റ്റ് ആണ് എഴുതേണ്ടത്. വെബ്സൈറ്റ് nestexam.in. കേന്ദ്ര സർവകലാശാലകളിലെ ബിരുദ പ്രോഗ്രാമുകളിലെ പ്രവേശനം CUET UG എൻട്രൻസ് എക്സാം വഴിയാണ്. CUET.samarth.ac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിച്ച് മെയ് ജൂൺ മാസങ്ങളിലായി നടക്കുന്ന ഓൺലൈൻ പരീക്ഷയുടെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ 29ഓളം സബ്ജക്റ്റുകളിലാണ് ബിരുദ പഠനം സാധ്യമാവുക. ബിറ്റ്സാറ്റ്, UPST, ISI, NCERT, കുസാറ്റ്, യൂണിവേഴ്സിറ്റി ക്യാറ്റ്, JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് എന്നീ പ്രവേശന പരീക്ഷകളിലൂടെയും സയൻസ് ബിരുദ പഠനത്തിനും ഗവേഷണത്തിനും സാധ്യതകൾ കണ്ടെത്തുകയും ചെയ്യാം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ബ്രില്യൻറ്റിലെ എല്ലാ പ്രോഗ്രാമിലും പഠിക്കുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്കൊപ്പം നിങ്ങൾക്കും പരീക്ഷകൾ എഴുതി 2023 എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കാം. എങ്ങനെയാണെന്നല്ലേ? അതിനായി ഞങ്ങൾ ഒരുക്കുന്ന പ്രോഗ്രാമാണ് ബ്രില്യൻ ടെസ്റ്റ് സീരീസ് ഫോർ JEE. പരീക്ഷകൾ ഓൺലൈൻ മോഡിലായിരിക്കും. 12ാം ക്ലാസ് കഴിഞ്ഞവർക്കും 12ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്നവർക്കും brilliantpala.org എന്ന വെബ്സൈറ്റിലൂടെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. നോൺ ബ്രില്യൻ സ്റ്റുഡൻസിന് ബ്രില്യൻറ്റിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്കൊപ്പം മത്സരിക്കാൻ അവസരം ഒരുക്കുന്നു എന്നതാണ് BTSൻ്റെ പ്രധാന ആകർഷണം. ബ്രില്യൻ ലേണിംഗ് ആപ്പ് വഴിയായിരിക്കും ടെസ്റ്റുകൾ നടക്കുക. BTSൽ എൻറോൾ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ആപ്പ് ലഭ്യമാകും. അതോടൊപ്പം തന്നെ ഓഡിയോ ബുക്ക് അടക്കമുള്ള മറ്റ് ഫെസിലിറ്റീസും നിങ്ങൾക്കായി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. 2023 എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളിൽ മിന്നുന്ന വിജയം നിങ്ങൾക്കും കരസ്ഥമാക്കാം. അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ പ്രയത്നം ബ്രില്യൻ ടെസ്റ്റ് സീരീസിലൂടെ ലക്ഷ്യം കാണും എന്ന കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് ബ്രില്യൻറ്റിലേക്ക് കടന്നു വരാം. നീറ്റ് 2022 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ജിപ്മർ പോണ്ടിച്ചേരിയിലെ BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള 11 കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കും. വിശദമായ നോട്ടിഫിക്കേഷൻ jipmer.edu.in എന്ന വെബ്സൈറ്റിൽ ജനുവരി മാസം പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. 2023-24 ബിടെക് പ്രവേശനത്തിന് ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളായ വെല്ലൂർ, അമൃത, SRM, മണിപ്പാൽ എന്നിവയുടെ പ്രത്യേക പ്രവേശന പരീക്ഷയ്ക്ക് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചു. ഓൺലൈൻ എൻട്രൻസ് എക്സാം 2023 ഏപ്രിൽ മാസത്തിൽ. കേരളത്തിലും ഓൺലൈൻ എക്സാം സെൻറ്ററുകൾ അനുവദിച്ചിട്ടുണ്ട്. +2 കഴിഞ്ഞവർക്ക് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷന് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചു. 2023 ജനുവരി 5 അവസാന തീയതി. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായി ആദ്യഘട്ട കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാം. വെബ്സൈറ്റ് ssc.nic.in. +2 കഴിഞ്ഞവർക്ക് ആർമി ടെക്നിക്കൽ എൻട്രി. ആർമി +2 ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്ക് ഡിസംബർ മാസം 30 വരെ അപേക്ഷിക്കാം. ജോയിൻ indianarmy.nic.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ആകെ 90 സീറ്റുകളാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരെ SSB ഇൻ്റർവ്യൂവിന് ക്ഷണിക്കും. 2 ഘട്ടങ്ങളിലായി 5 ദിവസമായിട്ടായിരിക്കും ഇൻ്റർവ്യൂ. ഈ ആഴ്ചത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എൻട്രൻസ് മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.